വെൽക്കം ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കാപ്സിക്കം സ്റ്റിർ ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു ലിഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. ഇപ്പത്തെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് മതിയാവും. സവാള ഒരുപാട് ബ്രൗൺ കളർ ആകെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വറ്റൽ മുളക് ചതച്ചത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകരുത്, എന്നാൽ പച്ചമണം പോകുകയും വേണം. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ മൂപ്പ് പാകം നോക്കി വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇപ്പൊ ഈ ചില്ലി ഫ്ലേക്സ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 2 ക്യാപ്സിക്കം ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. തിന്നായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാപ്സിക്കം ഞാൻ ആദ്യം ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ട് അതിനെയാണ് പിന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിൽ കൂടുതൽ സമയം വേവേണ്ട ആവശ്യമില്ല, കാരണം ക്യാപ്സിക്കം ആണ്, പെട്ടെന്ന് വെന്ത് വരും. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ക്യാപ്സിക്കം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോഴാണ് ക്യാപ്സിക്കം ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ ആ ഒരു പച്ച കളർ പോകാനും പാടില്ല. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടുക. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.